എല്ലാവരെയും ഞാൻ ഈ യുഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഒരു സമയം കൂടെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ കർത്താവ് നമ്മൾ ജീവിതത്തിൽ നൽകിയതോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മള് ലേഖനങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണ്. അതിനകത്തില് നമ്മള് കൊരിന്ത്യ ലേഖനം തീർന്നു. ഇനി ഗലേഷ്യൻസിലോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഒരു മനുഷ്യായുസിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അതിനെ അപഗ്രഥിച്ച് പറഞ്ഞിരിക്കുന്ന ഒത്തിരി ഡോക്യുമെന്റ്സ് ഉണ്ട്. നമ്മളൊക്കെ ഒരു സീല് ആ മണലിന്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് നമ്മൾ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നത് പോലെയുള്ളൂ പലപ്പോഴും നമ്മളെ ഈ ദൈവജനത്തെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരികയാണല്ലോ. ഈ ഗലാത്യ ലേഖനം എഴുതുന്നത് 48 AD to 55 AD, അതിനിടയിലുള്ള കാലഘട്ടത്തിലാണ്. Galatians was written in between AD 48 and 55, ആ ഒരു കാലഘട്ടം. ഈ ഗലേഷ്യൻസ് ഗലാത്യയിലുള്ള സഭകൾക്കാണ് എഴുതുന്നത്. അപ്പൊ ഒത്തിരി സഭകൾ, ഒത്തിരി ചർച്ചസ് ഉണ്ട്. ആ ചർച്ചസിന് എല്ലാം കൂടെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് കർത്താവിദാസൻ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അത് ഇന്ന് മോഡേൺ ഡേ ടർക്കിയിൽ ഉള്ളതാണ് ഈ ഗലേഷ്യൻ ചർച്ചുകൾ എന്ന് പറയുന്നത്. അതെവിടെയാണ് എക്സാക്ട്ലി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് മാർഗങ്ങളൊന്നുമില്ല. സ്കോളേഴ്സിനും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട്. ഗലാത്യ എന്ന് പറയുന്നത് ഒരു റോമൻ പ്രോവിൻസ് ആയിട്ട് ഒരു വൈഡർ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഇച്ചിരിയോട് വലിയൊരു ഒരു സ്ഥലമായിട്ടും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഗലീഷ്യ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അന്ന് ഉപയോഗിച്ചിട്ടുമുണ്ട്. ടർക്കിയിലാണ് എന്ന് മനസ്സിലാക്കാം. കർത്താവിദാസൻ ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഈ കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സർക്കംസിഷൻ കൂടിയേ തീരൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് കർത്താവിദാസൻ ഈ ലേഖനം മെയിൻലി എഴുതാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ കൊരിന്ത്യൻ ലേഖനത്തിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങളും പർപ്പസും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും അദ്ദേഹം ആ പർട്ടിക്കുലർ പീപ്പിളിന്, ആ ഓഡിയൻസിന് വേണ്ടി ആണ് അദ്ദേഹം ലേഖനം എഴുതുന്നത്. He wrote to counter those who told that the Christians must be circumcised in order to be accepted by God. കർത്താവ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് യഹോവ കൽപ്പിച്ച സർക്കംസിഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നു, പരിച്ഛേദന ഏൽക്കണം എന്നുള്ളതായിരുന്നു. Paul began with a defense of his apostolic authority. അത് നമ്മൾ ചാപ്റ്റർ 1 മുതൽ 2 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അതാണ്. അദ്ദേഹത്തിന്റെ അപ്പോസ്റ്റലിക് അതോറിറ്റിയെ കുറിച്ച് ഉള്ള ഒരു വലിയ ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ബട്ട് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. Then made it clear that all believers, Jew and Gentile alike, enjoy complete salvation in Christ. അതാണ് ചാപ്റ്റേഴ്സ് 3 to 4. യഥാർത്ഥത്തിൽ ഈ കർത്താവിദാസൻ മറ്റ് യഹൂദന്മാർക്ക് പുറത്തുള്ള ജെന്റൈൽസിന്റെ ഒക്കെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടി അവരുടെ രക്ഷ അവർക്കും കൂടെ ആയിരുന്നു കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അശ്രാന്ത പരിശ്രമമായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രീച്ചിങ്ങിന്റെയും ആധാരം എന്ന് പറയുന്നത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബാക്കിയുള്ളവരുടെ മുമ്പിൽ പലതരത്തിലുള്ള
ചോദ്യചിഹ്നമായിട്ട് ജെൻഡൈൽ കൺവേർട്സ് നിൽക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും അവർക്കും കൂടെയാണ് കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നതെന്നും ഒക്കെ അദ്ദേഹമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒരു തവണ പത്രോസൊക്കെ അതൊക്കെ നമ്മൾ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പത്രോസൊക്കെ അദ്ദേഹത്തോട് എതിർത്ത് നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാനായിട്ട്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം സർക്കംസിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയില്ലാതെ രക്ഷയിലേക്ക് കടക്കാൻ കർത്താവ് അനുവദിക്കുന്നു എന്നുള്ള തത്വം താൻ സ്ഥാപിക്കുന്നതുമൊക്കെ. ദെൻ in chapters 5 to 6, Paul showed how the gospel of grace leads to true freedom and godly living. കർത്താവിൻ്റെ ഗോസ്പൽ ഓഫ് ഗ്രേസ്, ആ ഗ്രേസിനെ കുറിച്ചാണ് അദ്ദേഹം 5 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് യഥാർത്ഥമായ ദൈവിക ഡിവൈൻ ലിവിങ്ങിലേക്കും എന്തുവാ ട്രൂ സാൽവേഷനിലേക്കോ അല്ലെങ്കിൽ ട്രൂ ഫ്രീഡത്തിലേക്കും നമ്മളെ നയിക്കുന്നതാണ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഗോസ്പൽ ഓഫ് ഗ്രേസ് ആണ് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നത്? ഗോഡ്ലി ലിവിങ്ങിലേക്കും ട്രൂ ഫ്രീഡത്തിലേക്കും നമ്മളെ നയിക്കുന്നത് എന്നുള്ള ആ കാഴ്ചപ്പാട് താൻ കൊണ്ടുവരികയും, അല്ലാതെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാനോ കർത്താവിന്റെ കൂടെ വസിക്കാനോ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ള ആ മാർമികമായ മിസ്റ്റീരിയസ് നോളജ് കർത്താവിദാസൻ സഭയെ പഠിപ്പിക്കുക. അതെ, അതുവരെ തളർന്നു നിന്ന് പ്രവർത്തികൾ എന്തൊക്കെയോ പൂർത്തീകരിക്കാനുണ്ടെന്ന് മുടന്തി നിന്ന സഭയെ എഴുന്നേൽപ്പിച്ച് ഒരു ശക്തിയാക്കി നിർത്തുന്നത് ഈ കർത്താവിന്റെ ദാസനാണ്. ആലോചിച്ച് നോക്കണം, ഇനിയും പല പ്രവർത്തികൾ കൂടെ ഉണ്ടെങ്കിലേ രക്ഷ പൂർത്തിയാകത്തുള്ളൂ എന്നുള്ള ആ പഠിപ്പിക്കലുകൾ സഭയ്ക്കകത്തിൽ കടന്നു വന്നപ്പോ അങ്ങനെയല്ല, കർത്താവ് എല്ലാവർക്കും വേണ്ടി ആത്യന്തികമായി സകല പ്രവൃത്തിയും അവിടെ തികച്ചു എന്ന് പറയുകയാണ്. ഇനിയും നമ്മളുടേതായ ഒരു പ്രവൃത്തി ഇല്ല. അതൊന്നും കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതല്ല. ആ ഗ്രേസിലൂടെയാണ് നീ കർത്താവിനെ കാണുന്നത്, കർത്താവിന്റെ രക്ഷയിലേക്ക് വരുന്നത്, കർത്താവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു തത്വം പഠിപ്പിക്കും. Then perhaps the central message of Galatians is a person is not justified. അതാണ് ഏറ്റവും മനോഹരമായ ഗലേഷ്യൻസിലെ വാണ് അല്ലേ? വേഴ്സ് അറിയാം, 2:60. A person is not justified by works of the law but through faith in Jesus Christ. പ്രവൃത്തിയാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല അല്ലേ? വിശ്വാസത്താൽ. കർത്താവിലുള്ള വിശ്വാസത്താലാണ് ഒരാൾ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വായിച്ചു തുടങ്ങാം നമുക്ക് ഗലേഷ്യൻസ്. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. എല്ലാം പറഞ്ഞു നിങ്ങളെ ഒന്ന് വായിച്ചു തുടങ്ങാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. മനുഷ്യരിൽ നിന്നല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ആർഗ്യുമെന്റ്സ് നമ്മൾ ഓൾറെഡി കൊരിന്ത്യൻ ലേഖനത്തിലെ എല്ലാം കണ്ടുകഴിഞ്ഞു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ അദ്ദേഹത്തെ ഒത്തിരി കളിയായി ഈ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ അതോറിറ്റിയെ ചോദ്യം ചെയ്തു. കർത്താവിങ്കിൽ നിന്ന് വന്ന ആളാണോ എന്നുള്ള വീണ്ടും അദ്ദേഹം കണ്ടോ ആ ഹോണ്ടിങ് ആണ്. അദ്ദേഹത്തെ വേട്ടയാടുകയും ആ വേട്ടയാടുമ്പോ അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ അതോറിറ്റി അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് എഴുതുകയും
ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു ആണ് തന്നെ സെൻഡ് ഔട്ട് ചെയ്തത്, തന്നെ പ്രത്യേകമായി അപ്പോയിന്റ് ചെയ്തത് ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഇരുന്നു. അത് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് ആദ്യത്തെ ഇങ്ക് അവിടെ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക്. ഈ അപ്പോസ്തലൻ എന്നുള്ള പദവി സത്യത്തിലെ കർത്താവ് പ്രത്യേകമായി സ്പെഷ്യലായിട്ട് വിളിക്കപ്പെട്ട ഈ 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടി ഉള്ള ഒരു പദപ്രയോഗമാണ്. നമ്മൾ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒത്തിരി അപ്പോസ്തലന്മാരെ നമ്മൾ ഇപ്പൊ കാണാറുണ്ട്. പക്ഷെ ആ ഒരു പ്രത്യേകമായ അനുഭവം കിട്ടിയ ദേവദാസന്മാർ, വിളിക്കപ്പെട്ടവർ, അയക്കപ്പെട്ടവർ, അവർക്ക് പ്രത്യേകമായൊരു മിഷനുണ്ട്. ആ മിഷനിൽ ആയിരിക്കുന്ന ദേവദാസന്മാർ. അങ്ങനെ അക്കൂട്ടത്തിലുള്ളതാണ് പൗലോസ് എന്ന് വീണ്ടും സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസും കൂടിയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നു. വായിക്കും 3-ാമത്തെ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവിദാസന് നമ്മള് ഈ ലേഖനങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവിദാസന് ഉപയോഗിക്കുന്ന പേരിപ്പം പൗലോസ് എന്നുള്ളതാണ്, പോൾ. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഈ 3 പേരുകളും ഉണ്ടായിരുന്നു. സോൾ പോൾ ബെഞ്ചമിൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ശൗൽ എന്നുള്ള പേരായിരുന്നു അദ്ദേഹം തീവ്രമായ യഹൂദ പാരമ്പര്യത്തിൽ നിന്നപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പോൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ റോമൻ പേരായിരുന്നു. റോമൻ പ്രോവിൻസിൽ അദ്ദേഹം താമസിക്കുമ്പോൾ, റോമ പൗരനായിരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേരാണ്. അത് കൂടുതൽ ജെന്റൈൽസിന് ഇടയിൽ പ്രവർത്തിക്കാൻ കൂടുതൽ അനുയോജ്യമായതുകൊണ്ട് ആ പേര് അദ്ദേഹം സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. അതിൻ്റെയൊക്കെ അല്ലാതെ പോള് ശൗല് പിന്നെ മനസാന്തരപ്പെട്ടപ്പോൾ പോളായതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പേര് സോൾ പോൾ ബെഞ്ചമിൻ ആണ്. അദ്ദേഹം അത് കൺവീനിയൻസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വി ആർ ഐഡന്റിഫൈങ് വിത്ത് ദ പീപ്പിൾ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ജെന്റൈലിനോട് ഐഡന്റിഫൈ ചെയ്യും. സോൾ എന്ന് പറയുന്ന ഒരു ഫോറിൻ പേര് അല്ലെങ്കിൽ യഹൂദ പേര്, അതവരെ ചിലപ്പോ അത്രയും ആകർഷിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് അദ്ദേഹം പോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഓൾഡ് നെയിം അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളൊക്കെ ആണെങ്കിൽ പേര് നമ്മളുടെ ടൈറ്റിലുകൾ മാറാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ ടൈറ്റിലുകളൊക്കെ സ്വന്തം ആമേൻ കർത്താവിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി അത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ കുറയാനും താഴാനും ചുരുങ്ങാനും മനോഭാവമുള്ളവരായിരിക്കും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം പൗലോസ് എന്നുള്ള പേര് തൻ്റെ മിനിസ്ട്രിയിൽ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം എന്തുമാത്രം താണും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ടാകും. അദ്ദേഹത്തിന് വലിയ മനസ്സാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കൺവേർട്ട് ആകുമ്പോൾ, നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികളാവുമ്പോൾ, ക്രിസ്തുവിന്റെ ദാസന്മാരായി തീരുമ്പോഴത്തേക്കിന് നമുക്കുണ്ടാകുന്ന ഒരു പരിവർത്തനം, ആ പരിവർത്തനത്തിന്റെ അടയാളമാണ് പൗലോസിനെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലനിൽ വന്ന കൺവേർഷന്റെ അത്ഭുതാവകമായ മാറ്റം നമ്മളെ അതിശയിപ്പിക്കണം. പലപ്പോഴും ഈ ദൈവമക്കൾ എന്ന് പറയുമ്പോഴും ദൈവദാസന്മാരെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സ്വത്രം എന്നെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല, എന്നെ എന്തുകൊണ്ട് ആദരിച്ചില്ല,
എന്നൊക്കെ പറയുമ്പോൾ ഈ കർത്താവിൻദാസനെ നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ, ഇദ്ദേഹത്തിൽ ആ പരിവർത്തനം പൂർണ്ണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമേൻ. പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മൾ ദൈവവും പിതാവുമായതിന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത് ഒത്തിരി വലിയൊരു മർമ്മികമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ? ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ ആരും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇൻവോക്ക് ചെയ്യുകയാണ്, ഓഡിയൻസിനെ ഇൻവോക്ക് ചെയ്യുകയാണ്. നമ്മളെ രക്ഷിച്ചത് നിങ്ങളല്ല, നിങ്ങളുടെ പ്രവൃത്തിയല്ല, ഇവിടെ നിൽക്കുന്ന ആരുമല്ല, യഹൂദനല്ല, യഹൂദ പ്രമാണിമാരല്ല, യഹൂദ ടെമ്പിൾ അല്ല, യഹൂദ ആചാരങ്ങളല്ല, ഇതൊന്നുമല്ല. ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചു, അല്ലെ? പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായതിന്റെ ഇഷ്ടപ്രകാരം. ഹല്ലേലൂയ. അപ്പൊ അത് ദൈവത്തിന്റെ ഹവ്വയും പാപം ചെയ്ത അന്ന് മുതലേ കർത്താവിന്റെ പിതാവിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു 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 ഭയങ്കര സ്നേഹത്തിന്റെ അതിന്റെ അത് അൺഫോൾഡ് ചെയ്യുന്ന, അൺലീഷ് ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു പുത്രന്റെ കാൽവറിയിലെ യാഗം എന്ന് പറയുന്നത്. അവിടെ അത് പ്രദർശിപ്പിക്കപ്പെടുന്നത് വരെയും ആ പിതാവ് അനുഭവിച്ച ഒരു മാനസിക വ്യഥയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ നന്ദിയോട് ഓർക്കുന്നത്, അതിനെയാണ് നമ്മൾ കർത്താവിന് സ്തോത്രം പറയുന്നത്, അതിനാണ് കർത്താവിന്റെ ദാസൻ ഇൻവോക്ക് ചെയ്തിട്ട് പറയുന്നത് അത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. എല്ലാവരുടെയൊക്കെ പാപത്തിനു വേണ്ടി എന്തിനാണ് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഈ ഒരു സ്നേഹമാണ് കൺവേർഷനിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലായില്ലേ? സത്യത്തിൽ അത് ഉണ്ടാവുന്നില്ല. ആഫ്റ്റർ ഓൾ നമ്മൾ ഒരു ജഡീകന്മാരായിട്ട് ബിഹേവ് ചെയ്യണം പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്. ഈ ഒരു സ്നേഹമില്ല വല്ലവർക്കും വേണ്ടി. ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ വി ഡു ഹാവ് ദ കൈൻഡ് ഓഫ് കമ്പാഷൻ, അല്ലേ? ആ കമ്പാഷൻ നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്. മറ്റുള്ളവരോട്, അടുത്തവർ കിടക്കുന്നവർ, ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് സഹതാപം, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള മനോഭാവം ഉണ്ടാവാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവരൊന്നും നശിക്കേണ്ടവരല്ല. പിതാവിന്റെ ആ ഹൃദയം നമുക്കും ഉണ്ടെങ്കിൽ, നമ്മൾ കൺവേർട്ട് ആയെന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു വേദന ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ അല്ലാതെ നമ്മളെ എന്തുവാ കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാൻ വേണ്ടിയുള്ളവരല്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സിമ്പതി ഉണ്ടാകുക, നമുക്ക് അവർക്ക് വേണ്ടി ഒരു കരച്ചിലുണ്ടാക്കുക, ഒരു ഹൃദയ വേദന. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ, എന്നേക്കും മഹത്വവും. ആമേൻ. അപ്പൊ ഓഡിയൻസിനെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പറയുന്ന വാചകങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക. നമ്മളിത് എത്ര പ്രാവശ്യം കേട്ടു, അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിതൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇത് ആദ്യമേ കേൾക്കുന്ന ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ആദരവൊക്കെ എന്തുമാത്രം ഹൈറ്റൻഡ് വേർഷനിലായിരുന്നു. കർത്താവിനോടുള്ള സ്നേഹം, അയ്യോ എനിക്ക് ആ സ്നേഹത്തോട് അനുരൂപരായിത്തീരണം. ആ സ്നേഹമാണ് നമ്മളിലൊക്കെ വർക്കൗട്ട് ആവുന്നത് എന്ന് പറഞ്ഞാൽ അന്യനോടുള്ള സ്നേഹം, അല്ലേ? നശിച്ചു പോകുന്നവനോടുള്ള സ്നേഹം. അവനെന്നേക്കും മഹത്വം. ആമേൻ. പിന്നെ അദ്ദേഹം പറയും, ഇതെല്ലാം പറഞ്ഞ ഒരാളുടെ അടുത്ത് അവനെ ഒന്ന് പരുവപ്പെടുത്തി ഇനിയും അടുത്ത വിത്തിടാനായിട്ട് പോവുകയും, അതാണ് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കാണാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. അപ്പൊ അദ്ദേഹം പിന്നെ ബോംബിടാൻ തുടങ്ങുക. 1 by 1
നമ്മൾ ഇസ്രായേൽ ഇറാനിൽ കൊണ്ടുവന്ന് ഒന്നിന്റെ മണ്ടയ്ക്ക് ഒന്ന് ഇട്ടെന്ന് പറഞ്ഞതുപോലെ സഭയിൽ, ഗലാത്യ സഭയിൽ ഇടുന്ന എന്തുവാ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം ഇടാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആദ്യം അദ്ദേഹം പറഞ്ഞു, നീയൊക്കെ എന്തോ ആയിരിക്കണം, നിന്റെ പിതാവിന്റെ ഇഷ്ടത്താലാണ് നീ വിടുവിക്കപ്പെട്ടത്. നീ ശത്രുവിന്റെ അടിമനുഖത്തിൽ കിടന്ന് കയ്യും കാലും വിട്ട് അടിച്ചതാണ്. നിനക്ക് ഒരു കാലത്തും ജീവിതത്തിൽ നിനക്ക് രക്ഷയില്ലായിരുന്നു. ആ സ്ഥാനത്ത് പിതാവിന്റെ സ്നേഹം കൊണ്ട് സ്വന്തം പുത്രനെ അയച്ച്, അദ്ദേഹത്തിന് യാതൊരു ആവശ്യമില്ല. ഇവരെല്ലാം കൂടെ അങ്ങ് നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഹൃദയമായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചാൽ, കർത്താവിന് അങ്ങനെ ഒരു ഹൃദയമല്ല. കമ്പാഷനേറ്റ് ഗാഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തുവിനെ കളിപ്പിച്ചതിനാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞ ആദ്യത്തെ സെന്റൻസിൽ തന്നെ അവന്റെ ഉള്ളിലെ ആ സ്നേഹത്തെ ഉണർത്തിയിട്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആഡിങ്. ഈ കർത്താവ് പറഞ്ഞതിനൊക്കെ ആഡ് ചെയ്യുക, ഓരോന്ന് ആഡ് ചെയ്യുക. മനസ്സിലായോ? റിച്വൽസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടി എടുത്തു കഴിയുമ്പോ പിന്നെന്തിനാണ് കർത്താവ് കാൽവറി യാഗമായി തീർന്നത്? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, ഒരു റെട്ടറിക്കൽ ചോദ്യമാണ്. ഹല്ലേലൂയ. പിന്നെന്തിനാ കർത്താവ് കാൽവറി യാഗമായ? അദ്ദേഹം പറഞ്ഞ എല്ലാം ഫിനിഷ്ഡ്, എല്ലാം പൂർത്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിന് പാല് കാച്ചി തൂയിക്കുന്നു, എന്നാലേ പിന്നെ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ള വിചാരം. എന്തെല്ലാം വിചാരങ്ങളാ, എന്തെല്ലാം റിച്വൽസാ മനുഷ്യനെ അടിച്ചേൽപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യമല്ലേ കർത്താവ് തന്നു? പിന്നെ നീ പിന്നെയും എന്തിനാണ് ഈ അടിമനുഖത്തിൽ കൊണ്ടുവന്ന് നിന്റെ തല കൊണ്ടുവന്ന് വെക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുന്നതിന് പോലും അപാരമായ സ്വാതന്ത്ര്യമാണ് കർത്താവ് തന്നേക്കുന്നത്. നമ്മളുടെ മേൽ അഭിഷേകത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, സ്വതന്ത്രം, നമ്മുടെ റിച്വൽസ് എല്ലാം മാറിയിട്ട് സ്വർഗം ഇറങ്ങുന്ന അനുഭവം. ഹല്ലേലൂയ. ഇതൊക്കെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ കർത്താവിന് പ്രത്യേകമായ ഒരു 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 സ്ഥലമൊന്നും വേണ്ട വരാനായി. ഹല്ലേലൂയ. നിങ്ങൾ ആരാധനാലയം എപ്പം നിങ്ങൾ തുറക്കുന്നോ അവിടെ കർത്താവ് വരും. അത് കർത്താവിന് ഈ ഭംഗികളൊന്നുമില്ല, തോരണങ്ങളോ മദ്ബഹയൊന്നും ഉണ്ടാക്കണ്ട കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. നമുക്ക് അതെ തുടർന്നാൽ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പറയേണ്ടി വരും. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. ഹല്ലേലൂയ.